കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഒരു തെരച്ചിൽ അവിടെ നടത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് ഗോവയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ അവിടേക്ക് എത്തിച്ചത്. രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാണിപ്പോൾ ആ ഹെലികോപ്റ്ററും. അത് ആ പുഴയിലും അഴിമുഖത്തിൻ്റെ ഭാഗത്തുമായി തെരച്ചിൽ നടത്തുകയാണ്. ഷിരൂരിൽ അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു കഴിഞ്ഞ ഏതാനും മിനിറ്റ് വരെ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ശമിച്ചിട്ടുണ്ട്. രക്ഷാദൗത്യം തുടരുകയാണ്. ദൗത്യ മേഖലയിലേക്ക് കൂടുതൽ ആംബുലൻസുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അവിടുത്തെ SP, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, കളക്ടർ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു യോഗം അവിടെ ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഔദ്യോഗികമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പുഴയുടെ സൈഡിലെ മൺകൂമ്പാരത്തിൽ കണ്ടെത്തിയ ട്രക്ക് എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും, അതിനെന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് അറിയേണ്ടത്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഫുൾ സ്ക്രീനിൽ കാണുന്ന തത്സമയ ദൃശ്യം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുകയാണിപ്പോൾ. അവർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. കാര്യമായ അവരെ ബാധിക്കുന്ന തരത്തിലുള്ള അടിയൊഴുക്കുകളോ മലവെള്ളപ്പാച്ചിലോ കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നമോ ഇപ്പോഴില്ല. അവർക്ക് രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. നമ്മൾ ആ ദൗത്യ സംഘത്തിൻ്റെ, ആ ദൗത്യ മേഖലയുടെ ഏറ്റവും കോർ ഭാഗത്തേക്കാണ് ആ നാവികസേന സംഘങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ അവിടെ മുങ്ങൽ വിദഗ്ധർ, ആഴമുള്ള ആഴക്കടലിലൊക്കെ മുങ്ങൽ വിദഗ്ധരായ ജോലി ചെയ്യുന്ന നാവികസേന അംഗങ്ങളാണ് അതിലുള്ളത്. അവരുടെ സേവനമാണ് അവിടെ ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. നേരത്തെ കർണാടക റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞത്, നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ ഇറങ്ങി ആ ട്രക്ക് കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള അവരുടെ ജോലി ഉടൻ തുടങ്ങുമെന്നതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ജോലിക്ക് നിയോഗിക്കപ്പെട്ടവരാണ് നാവികസേന അംഗങ്ങളെന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. വളരെ പ്രധാനപ്പെട്ട, അതായത് ആ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് ഈ ദൗത്യം കടക്കുകയാണ്. ആ ട്രക്ക് കണ്ടെത്തിയെന്ന് കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിക്കുന്നു. അതിന് സ്ഥാനം, ഗതി, ദിശ തുടങ്ങിയവ നാവികസേന ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നു. അവിടെ ഇപ്പോഴും ആ മണ്ണിളക്കിയുള്ള പരിശോധന തുടരുന്നു. സമാന്തരമായി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ആ കേന്ദ്രഭാഗത്തേക്ക്, ആ രക്ഷാദൗത്യത്തിൻ്റെ കേന്ദ്രഭാഗത്തേക്ക് എത്തുകയാണ്. അവരുടെ മുങ്ങൽ വിദഗ്ധർ അവിടേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ അവിടെ ഉണ്ട്. വലിയ 2 ആംബുലൻസുകൾ ആ ദൗത്യ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, കർണാടക സർക്കാരിൻ്റെ പ്രതിനിധികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഹൈ ലെവൽ യോഗം ഇപ്പോൾ ചേരുകയാണ്. ആ യോഗത്തിന് ശേഷം ഒരുപക്ഷെ അതിൻ്റെ ഔദ്യോഗികമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ക്യാമ്പ് ചെയ്യുന്ന അവിടുത്തെ MLA അടങ്ങുന്ന ജനപ്രതിനിധികൾ, അവരുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഈ യോഗത്തിൽ അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കണ്ടെത്തിയത് അർജുൻ്റെ ട്രക്ക് തന്നെ എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ട്രക്ക് അവിടെയുണ്ട് എന്നത് കർണാടക റവന്യൂ മന്ത്രിയും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. നാവികസേനയുടെ വിവിധ സംഘങ്ങൾ വിവിധ ഭാഗങ്ങളിൽ അവരുടെ തെരച്ചിൽ തുടരുകയാണ്. ഏതാണ്ട് ആ പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങിക്കിടക്കുന്ന മൺതിട്ട, അതാണ് ഈ ദൗത്യ സംഘത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ആ ഭാഗത്താണ് ആ ട്രക്ക് കുടുങ്ങിക്കിടക്കുന്നത്. അത് ആ സിഗ്നലിൽ നിന്ന് വ്യക്തമാണ്. അവരുടെ കോണ്ടാക്ട് 1 മോസ്റ്റ് പ്രോബബിൾ എന്ന് കൃത്യമായി നാവികസേന തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗത്തേക്കാണ് ഈ നാവികസേനയുടെ തെരച്ചിൽ സംഘങ്ങൾ പോകുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 9 ദിവസമായി എന്തെങ്കിലും ഒരു സൂചനകൾ, കൃത്യമായ ഒരു സൂചനകളില്ലാതെ നട്ടം തിരിയുന്ന രക്ഷാദൗത്യത്തിനാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിനിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നാവികസേനയുടെ സോണാർ ടെക്നോളജി അത് വെള്ളത്തിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അത് കൃത്യമായ സ്ഥാനം, അതിൻ്റെ ഗതി, അതിൻ്റെ ദിശ, അതിൻ്റെ പൊസിഷനൊക്കെ വളരെ കൃത്യമായി നാവികസേനാ സംഘത്തിന് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തിയത്. ആ പരിശോധന ഫലപ്രദമാണ് എന്ന് കർണാടക റവന്യൂ മന്ത്രി തന്നെ അറിയിക്കുന്നു. നാവികസേന അവർക്ക് ലഭിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി ആ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി വേണ്ടത് ആ ലോറി അവിടെ നിന്ന് കരക്കെത്തിക്കുക എന്നത് അതൊരു ശ്രമകരമായ ദൗത്യമാണ്. ഒരു ഭഗീരഥ പ്രയത്നം തന്നെ അതിന് വേണ്ടിവരും. വലിയ സാങ്കേതിക വിദ്യകൾ, ആൾബലം ഒക്കെ അതിന് വേണ്ടി വരും. അതൊക്കെ അവിടെ സജ്ജമായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കർണാടക റവന്യൂ വകുപ്പ്, ജില്ലാ ഭരണകൂടമൊക്കെ അതിന് തയ്യാറെടുക്കുകയായിരുന്നു. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ അവരവിടെ ഒരുക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ക്രമീകരണങ്ങൾ ഈ ദൗത്യ ഭാഗത്തിൻ്റെ കോർ ഏരിയയ്ക്ക് സമീപമുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതാം. ഇത് കുറെ കൂടി
ക്ലോസ് ഷോട്ട്സ് നമുക്ക് അവിടെ നിന്ന് കാണാം. ആ സംഘം, ആ ദൗത്യ സംഘം ഇതാ ആ യന്ത്രക്കൈകൾ, അതാണ് എക്സാക്ട് ലൊക്കേഷൻ. ആ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘത്തിൻ്റെ ആഴത്തിൽ പരിശോധന നടത്താൻ പ്രാഗൽഭ്യമുള്ള നാവികസേനാ അംഗങ്ങളുടെ സാന്നിധ്യം, അവരുടെ ഒരു വലിയ കൂട്ടം ആ ഭാഗത്തുണ്ട്. അവിടെ അടിയൊഴുക്കിനെയൊക്കെ അതിജീവിച്ച് അവർക്ക് അവിടെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ സംഘം നേരെ അവിടേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ആ യന്ത്രക്കൈകൾ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് തന്നെയാണ് അതിലൊരു സംഘം ഇപ്പോൾ നീങ്ങുന്നത്. ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. 9ാം ദിവസം വഴിത്തിരിവ് എന്ന് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വഴിത്തിരിവ് തന്നെയാണ്. വളരെ പ്രതീക്ഷയോടെ ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ കാത്തിരിക്കുകയാണ് അർജുൻ്റെ മടങ്ങി വരവിനായി. അതിലേക്ക് വഴിയൊരുക്കുന്ന നിർണായക സൂചനകൾ ഇതാ ഈ ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും നമുക്ക് മുന്നിൽ തെളിയുന്നു. അത് അതിവേഗത്തിൽ നടക്കട്ടെ രക്ഷാദൗത്യം. അവിടേക്ക് നാവികസേന അംഗങ്ങൾ അവരുടെ ആഴത്തിൽ പരിശോധന നടത്താൻ ശേഷിയുള്ള സംഘാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഷിരൂരിലെ സഹപ്രവർത്തകരിലേക്ക് ഹാഷ്മി, ഷഫീദ്, അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. എന്താണ് ടീം നമുക്ക് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്? നാവികസേനാ സംഘങ്ങൾ അവിടെ തെരച്ചിലിന് എത്തുന്നത്, എന്താണ് അതിൻ്റെ കോർ ഏരിയയിലെ പരിശോധനയ്ക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം.